യിരെമ്യാവ് 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ശുഭഭാവി വരുവാൻ കാത്തിരിക്കുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇതിന്റെ 10-ാം വാക്യത്തിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കയുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. ഈ 70 സംവത്സരത്തെ കാലതാമസത്തെക്കുറിച്ചാണല്ലോ 11-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ നാളുകളായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിക്കാത്തതിനാൽ നിങ്ങൾ ദുഃഖിതരാകുന്നു എങ്കിൽ ദൈവമായ യഹോവ നിങ്ങളോടും അരുളി ചെയ്യുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഈ കാലതാമസം നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നാകുന്നു. ഹബക്കുക്ക് 2:3 സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം താമസിക്കയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാലങ്ങളും സമയങ്ങളും നീണ്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നിയാലും നാം അതിനായി കാത്തിരിക്കണമെന്നും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം തെറ്റുകയില്ലെന്നും അത് വരും നിശ്ചയം താമസിക്കയുമില്ല എന്നാകുന്നു. അതിനാൽ 1 പത്രോസ് 5:6 അവൻ തക്ക സമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്നും ലൂക്കോസ് 18:1-8 വരെയുള്ള വാക്യങ്ങളിൽ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു ഒരു ഉപമയും പറഞ്ഞിരിക്കുന്നു. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആ സമയത്തിനായി ക്ഷമയോടും പ്രാർത്ഥനയോടും നമുക്ക് കാത്തിരിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.